നിങ്ങൾ ഒതുങ്ങിപ്പോയി എന്ന് കണ്ട് ആശ്വസിപ്പിക്കുന്നവർ, അവർ പിശാചാകട്ടെ മനുഷ്യരാകട്ടെ, അവരുടെ മുൻപിൽ കൂടി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്ന് ചിലയിടങ്ങളിൽ നിർത്തും. അവർ അസൂയപ്പെട്ടു പോകുന്ന ചിലയിടങ്ങളിൽ തന്നെ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ദിവസനിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ സദ്വർത്തമാനം, അതേ ആ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അടിസ്ഥാനമായിരിക്കുന്ന വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. 40 കൂടെ വായിക്കട്ടെ. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചും കൊണ്ട് കൈസര്യയിൽ എത്തി. ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ദൈവത്തിൻ്റെ ആത്മാവിനാൽ എടുക്കപ്പെട്ട ഫിലിപ്പോസ് ചെന്ന് നിൽക്കുന്ന സ്ഥലം അസ്തോദ്. വാക്കിനർത്ഥം ശക്തന്മാരുടെ പട്ടണം, പെരുമയുള്ള പ്രശസ്തിയുള്ള സ്ഥലം. ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. പേരുള്ള പ്രശസ്തിയുള്ള പെരുമയുള്ള ചില സ്ഥലങ്ങളിൽ എൻ്റെ ദൈവം നിങ്ങളെ കൊണ്ടുചെന്ന് നിർത്തുവാൻ പോകുന്നു. ഒരിക്കൽ കൂടി സഹോദര സഹോദരി, നീ ഒരിക്കലും നിൽക്കത്തില്ല എന്ന് ചിലർ കരുതുന്ന, നീ നിൽക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് ചിലർ വാശി പിടിക്കുന്ന സ്ഥാനങ്ങളിൽ എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടുചെന്ന് നിർത്തും. അവിധത്തിലുള്ള ചില രാജ്യങ്ങൾ, അവിധത്തിലുള്ള ചില പദവികളിൽ, ചില പോസ്റ്റുകളിൽ, റെപ്യൂട്ടഡായിട്ടുള്ള ചില പോസ്റ്റുകളിൽ എൻ്റെ ദൈവം നിന്നെ കൊണ്ടുചെന്ന് നിർത്തും. ഷബാറിധലമായി ഷെഗൻ. സഹോദരി, അവിധത്തിലുള്ളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ മധ്യേ എൻ്റെ ദൈവം നിൻ്റെ ഫാമിലിയെ കൊണ്ടുചെന്ന് നിർത്തും. ഷബാറിധലമാശകന്. ഇപ്പോൾ ഉള്ള ആ സ്റ്റാൻഡേർഡ് പറയണ്ടല്ലോ. അയ്യോ പാസ്റ്ററെ പറയണ്ട. ആമേൻ. നല്ലൊരു ഫംഗ്ഷൻ വന്നാൽ വിളിക്കത്തില്ല. 4 പേര് കൂടുന്നിടത്ത് കൂടെ നിൽക്കുന്നത് കണ്ടാൽ തിരിഞ്ഞു നോക്കത്തില്ല. അത്ര നല്ല പേരാ. ആ പേര് കർത്താവ് മാറ്റുവാൻ പോവുക. ഷബാറാധലമാശകന്. നിൻ്റെ മക്കളെ ആമേൻ ചില സ്ഥാനങ്ങളിൽ റാബാഷകനെ ഈ ദൂത് നീ ആവർത്തിച്ച് കേൾക്കുന്ന ദൂതാണ്. പരിശുദ്ധാത്മാവ് പലരിലൂടെ നിന്നോട് സംസാരിക്കുക, നിൻ്റെ തലമുറകളെ. അപ്പോഴാ സങ്കടം വരുന്ന, പാസ്റ്ററേ എൻ്റെ തലമുറകളെക്കുറിച്ച് പറയണ്ട, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അങ്ങനെ പോകുന്ന പോക്ക നോ. അവരായിരിക്കുന്ന അവസ്ഥ, അവരുടെ സാഹചര്യം നോക്കേണ്ട. ചില സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം നിൻ്റെ തലമുറകളെ കൊണ്ട് നിർത്തും. അവരെ നിർത്തത്തില്ല എന്ന് മനുഷ്യനും പിശാചും വാദിക്കുന്ന സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം കൊണ്ടുചെന്ന് നിർത്തും. അവിധത്തിലുള്ള ചില വേദികളിൽ ശുശ്രൂഷക, അവിധത്തിലുള്ള ചില സ്ഥലങ്ങളിൽ എൻ്റെ ദൈവം നിൻ്റെ മിനിസ്ട്രിയെ, നിൻ്റെ സഭയെ കൊണ്ടുചെന്ന് നിർത്തും. ഷബാറിധലമാശകനെ. നിൻ്റെ ബിസിനസ്സിനെ ഇന്ന് ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കാണിക്കുന്നു. ആ കോംപ്ലക്സിനകത്ത് നിൻ്റെ ബിസിനസ്സിന് വേറൊരു മുഖച്ഛായ സമ്മാനിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഷറാധലമ ഷെഖന. യേശുവിൻ നാമത്തിൽ. നോക്കൂ, ചിന്തയ്ക്ക് വായിച്ച ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ആ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകണമല്ലോ. അപ്പോൾ നോക്കൂ, ഫിലിപ്പോസ് ഉൾപ്പെടെയുള്ളവർ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കകത്തുള്ളവരാണ്. ഇവരുടെ ജോലി എന്തായിരുന്നു? മേശമേൽ ശുശ്രൂഷ ചെയ്യുന്നവർ. സഭ നിങ്ങൾക്കറിയാമല്ലോ, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത ഒരാൾക്കൂട്ടത്തിൻ്റെ സഭയാണ്. ഒരു ദിവസം 3000 പേര് സ്നാനപ്പെട്ട് ചേരുന്നു, അടുത്ത ദിവസം 5000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേരുന്നു. അപ്പോൾ അതൊരു വലിയ സഭയാണ്, ആൾക്കൂട്ടം. ഭയങ്കരമായ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും മേശയിൽ ശുശ്രൂഷ ചെയ്ത് നിന്നവന്മാരൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് തുടങ്ങി. മീൻസ് ആഹാരം വിളമ്പുന്നവൻ പോലും അവൻ്റെ ആഹാരം വിളമ്പുന്ന ആ സമയത്ത് പോലും ആത്മാവ് വ്യക്തികളെ തൊടാനായിട്ട് തുടങ്ങി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ സഭയിൽ ഈ ദിവസങ്ങൾ അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ആഹാരം ആമേൻ വിളമ്പി കൊടുക്കുമ്പോൾ ആമേൻ ആ ആഹാരം വിളമ്പുന്നവരിലൂടെ ആഹാരം ഭക്ഷിക്കുവാനിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുക. സഹോദരി, നീ ഭക്ഷണം കുക്ക് ചെയ്ത ഭക്ഷണം നിൻ്റെ മക്കൾക്ക്, നിൻ്റെ ഭർത്താവിന് വിളമ്പി കൊടുക്കുമ്പോൾ നിന്നിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പകർച്ച അവരിലേക്ക് വ്യാപരിക്കുക. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഷറാധലമായി ഷെഖനെ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ നോക്കിയേ, അങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി നിന്ന
ഭയങ്കര ആൾക്കൂട്ടത്തിന് മധ്യത്തിൽ നിൽക്കുന്നു. എന്നാൽ തുടർന്ന് ആത്മാവ് ഈ ഫിലിപ്പോസിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനെ യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് നടത്തുന്നു. അവൻ നോക്കൂ, ആ സമയത്ത് ഈ ഫിലിപ്പോസിൻ്റെയൊക്കെ വളർച്ച കണ്ട അസൂയ പൂണ്ട മനുഷ്യരുണ്ടാകാം, പിശാചുമുണ്ടാകാം, പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മനുഷ്യരുണ്ടാകാം. ഈ വലിയ ആൾക്കൂട്ടത്തിന് മധ്യേ ഇവരിങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ, ഇവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ, നീ ചിലയിടത്ത് പ്രയോജനപ്പെടുന്നതാണ് പലർക്കും ഇഷ്ടമില്ലാത്തത്. ആമേൻ. സഹോദര, നീ പലരുടെയും മുമ്പിൽ പ്രയോജനപ്പെടുന്നത്, പെർഫോം ചെയ്യുന്നത് പലർക്കും ഇഷ്ടമില്ല. നിൻ്റെ മക്കൾ പലരുടെ മുമ്പിൽ വായി തുറക്കുന്നത് പലർക്കും ഇഷ്ടമില്ല. അവരെ വെളിപ്പെടുത്തുന്നത് പലർക്കും ഇഷ്ടമില്ല. ഒതുക്കി കളയാൻ വേണ്ടി ശ്രമിക്കുക. നീ അങ്ങനെ വാ തുറക്കണ്ട, നിൻ്റെ തലമുറകൾ അങ്ങനെ വാ തുറക്കണ്ട. അത് എവിടെയെങ്കിലും അങ്ങ് ഒതുങ്ങിക്കൂടി ഇരുന്നാൽ മതിയെന്ന് ഒതുക്കി കൂട്ടുവാൻ തക്കവണ്ണം ഷബറിദലമാശകനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മന്ത്രവാദ ശക്തികളാലും ഒതുക്കി കൂട്ടുന്ന മണ്ഡലങ്ങളെ പൊളിച്ച് നിൻ്റെ തലമുറ പുറത്തു വരിക, നിൻ്റെ ഭർത്താവ് പുറത്തു വരിക, സഹോദരി നീ അവിടെ നിന്ന് പുറത്തു വരിക. റിദലമാശകനെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരിങ്ങനെ നോക്കിയിരിക്കുക, യവന്മാരങ്ങ് പെർഫോം ചെയ്ത് കയറുക. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല, ഗസയ്ക്കുള്ള നിർജ്ജന വഴിയെ നടക്കുക. അവർക്ക് ആശ്വാസമായി, ഒതുങ്ങി, ആളും പേരും ഇല്ലാത്തടത്തോട്ട് പോയി എത്തപ്പെട്ടു. ഇന്നലെ ആയിരുന്ന സ്ഥാനത്തു നിന്നൊരു മാറ്റം വന്നത് ഭയങ്കര നിരാശ അല്ലേ സഹോദര? ആ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ്. അയ്യോ, ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് എത്തിയല്ലോ. നോ, അവിടെ നിന്ന് നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിലേക്ക്, അസ്തോദിലേക്ക്, ശക്തന്മാരുടെ പട്ടണത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. നീ നടന്നു പോകുമെന്നല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുകൊണ്ട് പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും. ഷബ റീധലമാശകന് ചില ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോയി ശക്തന്മാരുടെ മധ്യയെ നിർത്തി പ്രയോജനപ്പെടുത്തുവാൻ പോകുക. ഷാറാധലമാശകന് മാതാവ് നിൻ്റെ തലമുറകളെ ഒറ്റപ്പെട്ടു പോയ ചില സ്ഥാനങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി പലർക്കും അസൂയ തോന്നും വിധത്തിൽ അവർ ഒതുങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന, അവരത്രയും മതി, അവരുടെ വളർച്ച ഇതിലപ്പുറം വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന പലരും അസൂയപ്പെട്ടു പോകുന്ന സ്ഥാനങ്ങളെ കൊണ്ടുചെന്ന് നിർത്തുവാൻ പോകുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൻ്റെ ശുശ്രൂഷയെ എൻ്റെ കർത്താവ് കൊണ്ടുപോയി നിർത്തുവാൻ പോകുന്നു. ആ നിർജ്ജന പ്രദേശത്ത് നീ ഒതുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ പലരും ചിന്തിക്കും, പാസ്റ്റർ എന്തിനാണ് അങ്ങനെ ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ ഒറ്റയ്ക്ക് എന്നെ നടത്തിയത്? ഞാൻ സഹോദരി കേൾക്ക്, കർത്താവിന് നീൻ്റെ ഈ ഒറ്റപ്പെടലിൻ്റെ വേളയിൽ പലതും ചെയ്യുവാനുണ്ട്. നീ ഒറ്റയ്ക്കല്ല, കർത്താവിൻ്റെ ദൂതനാണ് നടത്തുന്നത്. ആമേൻ. നീ ഒറ്റയ്ക്കല്ല, നീ കർത്താവിൻ്റെ ദൂതൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കേൾക്ക്, അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഷണ്ണനെ സ്നാനപ്പെടുത്തുക. ഓ സ്തോത്രം. ഒരു കൂട്ടമൊന്നും കണ്ടാൽ, ആമേൻ, ഒരു കൂട്ടത്തെ ഒന്നും കണ്ടാൽ ഷണ്ണൻ രഥം നിർത്തത്തില്ല. നീ ചിലയിടങ്ങളിൽ ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കർത്താവിന് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ശുശ്രൂഷക, നീ ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കർത്താവിന് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. സഹോദരി, നീ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും കൊള്ളാത്തവളെന്ന് പറഞ്ഞ് മാറ്റം നിർത്തപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ കർത്താവിന് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. റാഥലമാശകനെ. യെസ്, ശക്തന്മാരായ ചിലരെ നിന്നിലൂടെ കർത്താവ് നേടുവാൻ പോകുക. റാഥബാശകെ. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും. അവൻ ആ ഒറ്റപ്പെടലാണ് സഭയുടെ ചരിത്രത്തിലെ ശക്തനായ ഒരു മനുഷ്യനെ നേടുവാൻ സ്തോത്രം. ഒരു രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന, എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അധികാരികളെ എന്നെ കേൾക്കുന്ന ചിലർ നേടുവാൻ പോകുക. നിങ്ങൾ വലിയ പ്രശ്നത്തിലായിരിക്കാം, പക്ഷേ നിങ്ങളിലൂടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുക. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇത് സംഭവ്യമാണോ? സംഭവ്യമാണ്. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. അടിസ്ഥാനം അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഉപവസിക്കുവാൻ തയ്യാറാണോ? അപ്പോൾ നിങ്ങൾ പറയും, പാസ്റ്റർ ഈ അവസ്ഥയിൽ എനിക്ക് ഉപവസിക്കുവാൻ സാധ്യമല്ല, കാരണം ഞാനായിരിക്കുന്ന രാജ്യം, ഞാനായിരിക്കുന്ന സ്ഥലം നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അകലെയാണല്ലോ. നോ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും ചില സ്ഥലങ്ങളിൽ ദൈവത്താൽ നിർത്തപ്പെടുന്ന ആ ദൈവം അലങ്കരിച്ചിരിക്കുന്ന പദവികളെ പ്രാപിച്ചെടുക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. കോൺടാക്ട് ചെയ്യുക. ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യവും മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ലൈവിൽ ഒരുമിച്ച് കാണും. ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാം പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് ലഭ്യമാണ്. ജോയിൻ ചെയ്യുക. നമുക്ക് പ്രാർത്ഥനയോടെ ഒരു ദിവസം ആരംഭിക്കാം. വൈകുന്നേരം 7:30-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഉപവാസം വചന ശുശ്രൂഷയുണ്ട്. നല്ല ബ്ലെസ്സിംഗ് ആണ്. ജോയിൻ ചെയ്ത് നോക്കും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ച സഭയുടെ മീറ്റിംഗ് ഉണ്ട്. ചൊവ്വാഴ്ച സ്പെഷ്യൽ മീറ്റിംഗ്, സഹോദരിമാരുടെ കൂട്ടായ്മയാണ് 11 മണി മുതൽ. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ സഹോദരിമാർ
കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ച് അതിന് അവസരമില്ലാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെ അറിയാം നിങ്ങൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ? ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ അസൂയ തോന്നുന്ന വിധത്തിൽ നിങ്ങൾ ആരാധിച്ചിരുന്നു. ഇപ്പോഴല്ല, ആരാധിച്ചിരുന്നു, പാസ്റ്റാണ്. ഇപ്പോൾ അല്ല, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ ബന്ധനങ്ങളെ അഴിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവസരമുണ്ട്. നിങ്ങളുടെ നാവുകൾ ബന്ധിക്കപ്പെടുന്നു, മക്കളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ ബന്ധനങ്ങൾ അഴിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വരിക. ചൊവ്വാഴ്ച 11 മണി മുതൽ കടന്നു വന്നു, ബ്ലെസ്സിങ് ആയിരിക്കും. വെള്ളിയാഴ്ച 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്ത പക്ഷം ഞായറാഴ്ച 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച്, പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം 3 മണിക്ക് അടുത്തൊരു സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, കൂടുതൽ വിവരങ്ങൾ അറിയിക്കുക. എന്നെ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവിൻ നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്താൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശത്രുക്കൾ ആഗ്രഹിക്കുന്ന ചില സ്ഥാനങ്ങളിൽ ഇവർ പെട്ടുപോയിരിക്കുന്നു. ഒറ്റപ്പെടലും നിരാശയും അനുഭവിച്ചവരായിരിക്കുന്നു. അവിടെ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരെ എടുത്തുകൊണ്ടുപോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരുടെ യാത്രകൾക്ക് വേഗം വർദ്ധിക്കട്ടെ. ഇവർ വേഗത്തിലെത്തേണ്ട സ്ഥാനത്തെത്തട്ടെ. ഓഷാബാറിധല എത്തേണ്ട സ്ഥാനങ്ങൾ ഇവർ പ്രാപിച്ചെടുക്കട്ടെ. പ്രാപിക്കേണ്ട ജോലികൾ ഇവർ പ്രാപിച്ചെടുക്കട്ടെ. തടസ്സങ്ങളായി എഴുന്നേൽക്കുന്ന സകല വെല്ലുവിളികളും സകല പോരുകളും മാനുഷിക പൈശാചിക വെല്ലുവിളികളും മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും അതിപ്രസരങ്ങളും വ്യക്തികളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് തകർന്നു പോകട്ടെ. വരുമാന മേഖലകൾ തുറന്നു വരട്ടെ. ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന അങ്ങയുടെ അത്ഭുതകരം ചലിക്കണം. യേശുവേ, രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. ശാരീരികവും മാനസികമായി ഇവർ അനുഭവിക്കുന്ന രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. രാത്രിയിൽ ഉറക്കം വരാതെ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന രോഗങ്ങൾ മാറട്ടെ. അസ്ഥിമേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറട്ടെ. മാംസത്തെ വ്രണമാക്കുന്ന രോഗങ്ങൾ മാറട്ടെ. എല്ലാ സ്കിൻ ഡിസീസസും അലർജി രോഗങ്ങളും മാറിപ്പോകട്ടെ. കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകളും കൂട്ടുകെട്ടുകളും തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ. സഹോദരന്മാർ സഹോദരിമാർ മാനസാന്തരപ്പെടട്ടെ. ഡിവോഴ്സുകൾ നീങ്ങിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നടപടികളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് നീങ്ങിപ്പോകട്ടെ. ഇവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് തടസ്സമായി വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇവരോട്ട് മാറിപ്പോകട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് മുമ്പിൽ വഴികൾ വാതിലുകൾ വിശാലതയിൽ തുറക്കപ്പെടട്ടെ. സ്വർഗം ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ. വിദേശങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസകൾ വരട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. പരീക്ഷ എഴുതുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. നല്ല റിസൾട്ടുകൾ നൽകണമേ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. വിവാഹബന്ധങ്ങൾ ഉണ്ടാകട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹമായി തീരും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യുക. നിങ്ങളും ചേർന്ന് നിൽക്കുക. അപ്പോൾ നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.